മൈക്കിൾ ഇപ്പോൾ കാണണോ വേണ്ടയോ എന്നായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം. ക്രിട്ടിക്സ് റിവ്യൂസ് മോശമാണ്, പക്ഷേ കുറേ പേരൊക്കെ നല്ലത് പറയുന്നുണ്ട്, കുറേ പേര് ചീത്ത പറയുന്നുണ്ട്. എങ്ങനെ ഈ പടം കാണണോ വേണ്ടയോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈക്കിൾ യേശുക്രിസ്തുവിന് ശേഷം ലോകത്ത് ഇത്രയും ആൾക്കാരറിയുന്ന വേറൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. മൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു പടം നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഫുൾ ആ ജീവിതകാലം മൊത്തം കാണിക്കുന്ന ഒരു ബയോപിക് അല്ല. മൈക്കിൾ ജാക്സന്റെ ഒരു ചെറുപ്പകാലം തൊട്ട്, അതായത് 60s 70s തൊട്ട് ഒരു 80-84 വരെയുള്ള ഒരു പോർഷൻ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പടം 2 പാർട്ടിലാണ് വരുന്നത്. ആ രണ്ടാമത്തെ പാർട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പടം ഏകദേശം 1-2 കൊല്ലത്തിനടുത്ത് ഷൂട്ടിംഗ് നടന്നു. അപ്പോൾ ഒരുപാട് ഫൂട്ടേജസ് ആ ഫുൾ ബയോപിക് ആയിട്ട് തന്നെയാണ് ഈ പടം എടുത്തത്. പക്ഷേ പിന്നെ അവർ ലാസ്റ്റ് മിനിറ്റ് തീരുമാനിക്കുകയാണ് ഇതുപോലെ ഒറ്റപ്പടം ആക്കാതെ 2 പടമാക്കി റിലീസ് ചെയ്യാന്ന്. അപ്പോൾ നിങ്ങൾ ഈ പടത്തിൽ കാണുന്നത് ആ ഒരു ഏറ്റവും പീക്ക് മൊമെന്റിലേക്ക് മൈക്കിൾ ജാക്സൺ എത്തുന്നതിനേക്കാളും കുറച്ച് മുമ്പ് വരെയുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ പടത്തിൽ ഏറ്റവും വലിയ വില്ലൻ ആരാന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ അച്ഛൻ തന്നെയാണ്. അത് ഏകദേശം റൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ്. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു വില്ലൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു വന്ന് പുതിയൊരു എംപയർ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ ഏകദേശമുള്ളൊരു കഥ. പിന്നെ ഇത് അതേപടി കാണിക്കാൻ പറ്റില്ല. ഇതിലത്തെ വലിയൊരു വില്ലനായിട്ട് പുള്ളിയുടെ അച്ഛനെയാണ് കാണിച്ചിരുന്നെങ്കിലും ഇതിൽ പുള്ളിയുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ടോട്ടലി ട്രൂ അല്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിൾ ജാക്സനും ഇപ്പോൾ മൈക്കിളായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ജാഫോ ജാക്സനാണ്. നമ്മുടെ മൈക്കിളിൻ്റെ തന്നെ ചേട്ടൻ്റെ മോനാണ്. പുള്ളിയുടെ അച്ഛനുമായിട്ട് ജെർമെയിൻ ജാക്സനായിട്ട് മൈക്കിൾ ജാക്സന് ഇടയ്ക്കിടയ്ക്ക് പണ്ട് അലമ്പുണ്ടാവുമായിരുന്നു. മരിക്കുന്നവരെ മൈക്കിൾ ജാക്സൺ ആ ഒരു ദേഷ്യം കൊണ്ടു നടന്നിട്ടുമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, മൈക്കിൾ ജാക്സനെയാണ് എല്ലാവരും ആ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും മൂത്ത ആളെന്ന് പറയുന്നത് ജെർമെയിൻ ജാക്സനാണ്. അപ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ ജലസി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പടം വളരെ സ്ലോ പേസിലാണ് പോണത്. അത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പടത്തിന് അങ്ങനത്തെ ഒരു സംഭവം വേണം. ആ ഒരു മോഡിൽ അത്രയും സ്ലോ ആയിട്ട് കഥ പറഞ്ഞാലേ ഈ ഇമോഷണൽ ഡെപ്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു അച്ഛൻ്റെയും മകൻ്റെയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും നമ്മുടെ മൈക്കിൾ ജാക്സൺ ആ ഒരു മെൻ്റലി അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പടത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ആ ലെവൽ അത്രയും രസമായിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റും. പിന്നെ ഒരു മ്യൂസിക്കലാണ്. നമ്മുടെ ഇംഗ്ലീഷ് മ്യൂസിക്കൽസ് എങ്ങനെയാണ്, ഇംഗ്ലീഷ് പടങ്ങളിലെ മ്യൂസിക്കൽസ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഉള്ളവർക്ക് ഈ സംഭവം അത് മനസ്സിലാവും. ഇതല്ലാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഇതെന്ത് ഇങ്ങനെയെന്നൊക്കെ ഒരു തോന്നൽ വരും. കാരണം ഇവർ ഈ പാട്ട് ഫുള്ള് കേൾപ്പിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ ഇഷ്ടം പോലത്തെ പാട്ടുകളുണ്ട്. അതൊക്കെ സെക്കൻഡ് ഹാഫിൽസാണ് ഇങ്ങനെ വരുന്നത്. മൈക്കിൾ ജാക്സൻ്റെ ആയിട്ടുള്ള പാട്ടുകൾ, നമ്മൾ കേട്ടിട്ടുള്ള പല പാട്ടുകളും. അതിന് മുമ്പുള്ളത് പലർക്കും അറിയാവുന്ന പോലെ മൈക്കിൾ ജാക്സൺ 5 എന്നും ജാക്സൺസ് എന്നും പറഞ്ഞ അവരുടെ ആ ഒരു ഫാമിലി ബാൻഡിലായിരുന്നു ആദ്യത്തെ പരിപാടികളും ആ പാട്ടും എല്ലാം ആ ബാൻഡ് വകയായിരുന്നു. ഒന്നും പുള്ളിയുടേതായിട്ടുള്ളൊരു സംഭവമല്ല. പിന്നെ പുള്ളി സ്പ്ലിറ്റ് ആയി പോയതാണ്. ജാക്സൺ 5 അവരുടെ ഫാമിലി എങ്ങനെയാണ്, ഇയാളുടെ അച്ഛൻ എങ്ങനെയാണ്, എത്ര മോശമായിട്ടാണ് നമ്മുടെ ജാക്സനെ ട്രീറ്റ് ചെയ്തത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ പുള്ളിയുടെ ആ ഒരു പ്രശ്നമുള്ള ഒരു ചൈൽഡ്ഹുഡ് അതൊക്കെ കാണിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു റൈസ് ഓഫ് ദ സ്റ്റാർ, നമ്മുടെ മൈക്കിൾ ജാക്സൺ എങ്ങനെയാണ് പതുക്കെ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ നമ്മൾ കാണുന്ന മൈക്കിൾ ജാക്സൺ ആവാറാവുന്നത്, അങ്ങനെ ആ ഒരു മൊമെൻ്റ് വെച്ചിട്ടാണ് പടം നിൽക്കുന്നത്. നമ്മൾ പലരും ജാക്സൺ 5-ൻ്റെയും ജാക്സൺസിൻ്റെ ഒന്നും പാട്ടുകൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ കുറച്ച് പാട്ടുകളെ കേട്ടിട്ടുള്ളൂ. പക്ഷേ മൈക്കിൾ ജാക്സൻ്റെ ഇഷ്ടം പോലത്തെ പാട്ടുകളുണ്ട്. നമ്മൾ കേട്ട് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളുണ്ട്. ഓൾ ടൈം ഹിറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ കുറച്ചുള്ളൂ എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത പാർട്ടി കാണാൻ പറ്റും. പിന്നെ എൻ്റെ കുറേ ഫേവറേറ്റ് ട്രാക്സ് അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എനിക്ക് അങ്ങനെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഓഫ് ദ വാളും പിന്നെ ദ ഗേൾ ഇസ് മൈൻ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പലർക്കും അറിയാവുന്ന പോലെ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എപ്സ്റ്റീൻസിൻ്റെന്ന് പുള്ളി നമ്മുടെ മൈക്കിൾ ജാക്സൺ പിള്ളേരെ രക്ഷിച്ചുകൊണ്ടാണ് പുള്ളിക്കെതിരെ ഒരുപാട് കേസുകൾ സംഭവങ്ങളൊക്കെ വന്നതും അത് കാരണം തന്നെയാണ് പുള്ളീനെ തീർത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു കോൺസ്പിറസി ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും എനിക്ക് അത് എന്തോ വിശ്വാസം വരുന്നു. കാരണം ഇപ്പോൾ കോൺസ്പിറസി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പല സാധനങ്ങളും റിയൽ ആവുന്ന ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരും ഇതിൻ്റെ പിറകിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കുറേ കോൺസ്പിറസീസ് ആണ്, പക്ഷേ എന്നാലും വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ അങ്ങനത്തെ ആ കണക്ഷനുള്ള ആൾക്കാരാണ് ഈ പടം കാണാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ബാഡ് റിവ്യൂസ് ഉണ്ടാക്കുന്നതെന്നും പറയുന്നുണ്ട്. നമുക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുക.
പിന്നെ മെയിനായിട്ട് ഈ പടം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൈക്കിൾ ജാക്സൻ്റെ ക്യാരക്ടറിലും അതുപോലെ തന്നെ പുള്ളിയുടെ അമ്മയുടെ ക്യാരക്ടറിലും അച്ഛൻ്റെ ക്യാരക്ടറിലും അങ്ങനെ 2-3 ക്യാരക്ടേഴ്സിൽ മാത്രമാണ്. അത് അഭിനയിച്ചവരൊക്കെ വേറെ ലെവലായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജഫർ ജാക്സൺ, നമ്മുടെ ഈ മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിക്കുന്ന പുള്ളി ഒരു സെക്കൻഡ് ഇത് മൈക്കിൾ ജാക്സൺ അല്ലാതെ എനിക്ക് തോന്നിയേയില്ല. എൻ്റെ വിചാരം അത് മൈക്കിൾ ജാക്സൺ ആണെന്നാണ്. പിന്നെ മൈക്കിൾ ജാക്സൻ്റെ ചെറുപ്പം ചെയ്തൊരു ചെക്കനുണ്ട്, അത് പുള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ 8-9 വയസ്സൊക്കെ ഉള്ളൂ ആ ചെക്കന്, പക്ഷേ അത് എന്ത് രസമായിട്ടാണ് അവൻ ചെയ്യുന്നത്. അത് നല്ല രസമായിട്ടും പക്കാ മൈക്കിൾ ജാക്സൺ എങ്ങനെയായിരിക്കും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു രീതിയിലാണ് അവൻ്റെ ആ ഒരു അഭിനയവും കാര്യങ്ങളും. പിന്നെ കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരും. അത് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. അത്രയും നന്നായിട്ട് അവൻ ആ ഇമോഷണൽ പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മൈക്കിൾ ജാക്സനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ പല പരിപാടികളും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു പടമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പോയിൻറ്റ്സൊക്കെ മൈൻഡ് വെച്ചാലേ ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മ്യൂസിക്കൽ പടമാണ്. നമ്മുടെ ലാലാ ലാൻഡൊക്കെ പോലത്തെ ഒരു പടമില്ലേ, അതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുന്ന പടമാണ്. അപ്പോൾ ആ മ്യൂസിക്കലാണെന്നുള്ള സാധനം മൈൻഡ് വയ്ക്കണം. നമുക്ക് ഇന്ത്യൻ ഓഡിയൻസിന് പൊതുവേ അങ്ങനെ മ്യൂസിക്കലായിട്ടുള്ള പരിപാടികൾ, അത് ഇംഗ്ലീഷ് പരിപാടികളൊന്നും അങ്ങനെ കണക്റ്റ് ആവാറില്ല. പിന്നെ ഇവരുടെ ഒരു സ്ട്രഗിൾ പീരീഡ് പോലത്തെ അങ്ങനത്തെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. ടോട്ടലി നമ്മുടെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ തന്നെയാണ് ഫുൾ പരിപാടികളും പിടിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് പടം പോകുന്നതും. പിന്നെ എൻ്റെ പോലെ മൈക്കിൾ ജാക്സൻ്റെ ഭ്രാന്തനായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും. കിടില സാധനമായിരിക്കും. പുള്ളി ആ ഒരു സ്ക്രീനിൽ മൂൺ വാക്ക് ചെയ്തപ്പോൾ ലിറ്ററലി എനിക്ക് ഗൂസ്ബംപ് വന്നു. അതിൽ വേറൊരു സംഭവമില്ല. പുള്ളി ഒരു ഫ്രെയിമിൽ മൂൺ വാക്ക് ചുമ്മാ ചെയ്യുന്നു ആദ്യമായിട്ട്. എൻ്റെ ദൈവം, അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വന്നു. അതുപോലെ സെറ്റപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് കൊള്ളും. നമ്മുടെ ഫസ്റ്റത്തെ ജാക്സൺ 5ൻ്റെ ആൽബം തൊട്ട് നമ്മുടെ ബില്ലി ജീനും ത്രില്ലറും ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫും പെപ്സി കൊമേഴ്ഷ്യലിൽ പുള്ളിക്കുണ്ടാകുന്ന ആക്സിഡൻറ്റും പുള്ളി ചെയ്യുന്ന നോസ് ജോബ് കാര്യങ്ങൾ അതുപോലത്തെ കുറേ സാധനങ്ങളും പുള്ളിയുടെ എക്സോട്ടിക് പെറ്റ് കളക്ഷനും അതുപോലെ തന്നെ ബബിൾസ് എന്ന് പറയുന്ന പുള്ളിയുടെ ആ ഒരു കുരങ്ങനായിട്ടുള്ള പെറ്റും നെവർലാൻഡ് എന്ന് പറയുന്ന പുള്ളിയുടെ ആ ഒരു സ്വപ്നവും അതുപോലെ തന്നെ പീറ്റർ പാനിനോടും മൈക്കിൾ ജാക്സനുള്ള ആ ഒരു ക്രേസും അങ്ങനെ മൈക്കിൾ ജാക്സൻ്റെ ആ ഒരു ലൈഫിൽ കൂടെ ഇങ്ങനെ പോയി ഏറ്റവും അവസാനം പുള്ളി വിക്ടറി ടൂറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇനി പരിപാടി നിർത്തുകയാണ്. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡായിട്ട് ഇനി മാറാൻ പോകാതൊക്കെ പുള്ളി ആ ഒരു അനൗൺസ് ചെയ്യുന്ന ഒരു സംഭവം അതൊക്കെ കണ്ട് ഏറ്റവും ലാസ്റ്റ് പുള്ളി ബാഡ് എന്ന് പറയുന്ന ആ ഒരു പാട്ടും പാടുമ്പോൾ എൻ്റെ ദൈവമേ, ആസ് എ മൈക്കിൾ ജാക്സൺ ഫാൻ നിങ്ങൾക്ക് രോമാഞ്ചത്തിൻ്റെയൊക്കെ അങ്ങേയറ്റമായിരിക്കും കിട്ടുന്നത്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മൈക്കിൾ ജാക്സൺ ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയും നന്നായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയും നമുക്കൊക്കെ കണക്റ്റ് ആവുന്ന രീതിക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു മൈക്കിൾ ജാക്സനെ കുറേ നാളിന് ശേഷം ഒന്ന് ലൈവായിട്ട് കാണാൻ പോവാണ്. അതായത് ടെക്നിക്കലി പുള്ളി മരിച്ചെങ്കിലും അദ്ദേഹത്തിനെ ആ ഒരു രീതിയിൽ കണ്ടപ്പോൾ ശരിക്കും നമുക്കൊരു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നിരുന്ന പോലെ ഒരു ഫീലായിരുന്നു.